ഒരു നന്മ പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കരുത്. ഒരു 5 മിനിറ്റ് നിനക്കൊന്ന് മാറ്റിവെക്കാൻ കഴിയുമോ? ഈ പറയുന്ന ഒരേ ഒരായത്തോതാൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ചെറിയ ആയത്ത് ഞാൻ പറഞ്ഞു തരാ. ഇതെല്ലാ ദിവസവും നിങ്ങൾക്കൊന്ന് ഓതാൻ പറ്റുമോ? ആ 1 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല. 5 മിനിറ്റ് വേണ്ട, ഒരേ 1 മിനിറ്റ് മതി പെങ്ങളെ. 1 മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ. ഈ ആയത്ത് നിങ്ങൾ ഓതാൻ സമയം കണ്ടെത്തിയ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല, ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല. ഓതാമെന്ന് തീരുമാനിക്കൂ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ? ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ? മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയമുണ്ടല്ലോ. അതാ കാലിന്റെ വിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം ഈ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കയ്യും കാലും പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ. ആ സമയത്ത് തൊണ്ടക്കുടിയിൽ നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് എന്റെയും നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ. ആ അവസാന സമയത്ത് പറയണ്ടേ, അല്ലാഹു തന്ന നാവുകൊണ്ട്, അല്ലാഹു തന്ന നാവുകൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ? ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാറ് കുഫറിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാ അല്ലാഹു നിനക്ക് ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ. ഒന്നാമത്തെ പ്രതിഫലം കേട്ടോ, ഓതും ഉസ്താദ്, മരിക്കുന്ന കാലം വരെ, ഓർമ്മയുള്ള കാലം വരെ മുടങ്ങാതെ ഓതുമെന്ന് തീരുമാനിക്കുന്നവര് ഈ ആയത്ത് പാരായണം ചെയ്ത ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അവര് കടന്നു വരികയാ, അവര് സമാധാനിപ്പിക്കുകയാ, അവര് സമാധാനിപ്പിക്കുകയാ. റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ആ റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരുന്നു, വേദന സഹിക്കുന്നില്ല, നീ കിടന്ന് പിടയുകയാണ്, നീ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിനോടുള്ള മഹബ്ബത്ത് കാരണം പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പാരായണം ചെയ്യുന്നവര് റബ്ബ് തരുന്ന പ്രതിഫലം കേൾക്കണോ? മലക്ക് പറയുകയാ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാടാ സിറാജ് സ്റ്റേജിലെ കയറ്റിയിരുത്തിയിട്ട് വലിയവനാണെന്ന് പറയാൻ എല്ലാവർക്കും കഴിയുമല്ലോ, എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ സ്വാഗതം പറയുകയാ. എപ്പോഴെന്നറിയോ, എപ്പോഴെന്നറിയോ? അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, മലക്കുകൾ പറയുകയാ,
പറയല്ലേടാ പൊന്നുമോനെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ആയത്ത് പാരായണം ചെയ്യുന്ന വാപ്പാ, നിന്നോട് മലക്കുകൾ പറയുകയാ, പേടിക്കല്ലേ, വിഷമിക്കല്ലേ, എന്തിനാ കരയുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത്? ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? സ്വർഗത്തിലെ പട്ട് കണ്ടോ? ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ. അതുകൊണ്ട് കരയല്ലേ, പേടിക്കല്ലേ, ദുഃഖിക്കല്ലേ. അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് കാണണോ? അങ്ങനെ ഒരു മരണം തരണേ അല്ലാ, അങ്ങനെ ഒരു മരണം തരണേ അല്ലാ. ഈ ആയത്ത് പാരായണം ചെയ്താൽ ദുനിയാവിൽ കിട്ടുന്ന 3 പ്രതിഫലം. 1, ഈമാനുള്ള മരണം കിട്ടും. അല്ലാഹു നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. 2, നീ മരിക്കുന്ന സമയം മലക്കുകൾ നിന്നെ സമാധാനിപ്പിക്കും. അതാണ് അൽഹംദുലില്ലാഹ്. മലക്കുകൾ, ഖുർആൻ പറയുന്നുണ്ട്, മലക്കുകൾ സമാധാനിപ്പിക്കുന്ന സമയത്ത് ചോദിക്കും, നീ ആരാ? ഞാൻ നിന്റെ കൂട്ടുകാരൻ. അല്ല പറഞ്ഞതാ, സിറാജ് പറഞ്ഞതല്ല. അല്ല പറയാ, മലക്കുകൾ പറയും, നിന്റെ കൂട്ടുകാരനാ, ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരൻ ഇല്ലേ? ആ മലക്ക് പറയും, നീ എന്തിനാ പേടിക്കണേ, എന്തിനാ വിഷമിക്കണം? ഇങ്ങോട്ട് നോക്കണ്ട, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്നു നിൽക്കുന്നു. ഇത് കണ്ട പട്ടുവസ്ത്രം നിന്റെ റൂഹ് പൊതിയാൻ, നിന്റെ ആത്മാവ് പൊതിയാനായി പട്ടുവസ്ത്രം. എന്തിനാ പേടിക്കണേ? സ്വർഗം കാണണോ? സ്വർഗം നിനക്ക് വേണോ? അതിനു വേണ്ടിയല്ലേ നീ ജീവിക്കുന്നത്? ഇന്നാ കണ്ടോ എന്ന് സ്വർഗം കാണിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് എളുപ്പത്തിൽ കിട്ടുന്ന കാര്യമല്ല. ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നുന്നു. പക്ഷെ ഈ ആയത്ത് എല്ലാ ദിവസവും ഓതണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി മരിച്ചു കഴിഞ്ഞാലോ? ഇത് ദുനിയാവിൽ കിട്ടുന്നത്, ഇത് ദുനിയാവിൽ വെച്ച് കിട്ടുന്നത്. ഇനി മരിച്ചു കഴിഞ്ഞാലോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് പാരായണം ചെയ്താൽ മരണത്തിന് ശേഷം അല്ലാഹു തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞ ദുആ ചെയ്യാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെട്ടു, സ്വർഗം കണ്ടു, ഈമാനോടുകൂടി മലക്കുകളെ സമാധാനിപ്പിച്ചു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഖുർആനിലെ ഈ ആയത്ത് നീ അങ്ങോട്ട് നിത്യമാക്കിയ അവിടെ ചെല്ലുമ്പോഴും നിന്റെ തലയ്ക്കകത്ത് ഓർമ്മയുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുമ്പോ പടപടാന്ന് ഇങ്ങോട്ട് മറുപടി, ഒരു പേടിയുമില്ലാതെ ആ ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് മലക്കുകളോട് നിനക്ക് ഉത്തരം പറയാനുള്ള ഓർമ്മശക്തി അല്ലാഹു നിനക്ക് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നിനക്കതിനകത്ത് കടന്നു ചെല്ലുമ്പോൾ അവര് ചോദിക്കുന്നതിനുള്ള മറുപടി പറയാനുള്ള ഓർമ്മശക്തി റബ്ബ് തരികയാണ്. എന്നിട്ടോ അല്ലാഹുവേ, ആ ഖബറിന്റെ ഒരു ഭയവും നിനക്ക് വേണ്ട, അതിനകത്ത് ഒരു പേടിയും നിനക്ക് വേണ്ട. ഖബറിന്റെ അകത്ത് തീയാണോ? ഖബറ് ഞെരിക്കുമല്ലോ, ഖബറ് ചെറുതാണല്ലോ, ഖബറിലെ വെളിച്ചമില്ലല്ലോ. മോനെ, ഖബറിന്റെ അവസ്ഥ നിനക്കറിയില്ലല്ലോ, എന്തൊരു ഭയാനകമാണ്. അതിനകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യന് തിരിച്ചു വന്ന് പറയാ കഴിയുമായിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്റെയും നിങ്ങളുടെയും അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാ, ഖബറിന്റെ അദാബിനെ തൊട്ട് നീ പേടിക്കണ്ട, ഖബറിന്റെ അദാബിനെ പേടിക്കണ്ട, ഖബറിന്റെ അദാബിനെ നീ പേടിക്കണ്ട, അതിനകത്തുള്ള ഭയാനകതയെ കുറിച്ച് പേടിക്കണ്ട. മൂന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അല്ലാഹുവേ, കാണണോ, മരിക്കുന്ന സമയത്ത് നീ സ്വർഗം കണ്ടവനാണ്. മരണത്തിന്റെ സമയത്ത് അല്ലാഹുവിന്റെ സ്വർഗം കണ്ട് കൊതി തീർന്നില്ലല്ലോ. അത് കണ്ടിട്ട് മരിച്ചവനല്ലേ, അത് കണ്ടിട്ട് മരിച്ചവനല്ലേ. അതൊരു വട്ടമല്ലേ കണ്ടുള്ളൂ, അതൊരു വട്ടമണ്ടല്ലേ കണ്ടുള്ളൂ. എന്നാൽ ഇനി കാണണോ? അല്ലാ,
കാലിന്റെ ഭാഗത്ത് തുറക്കുകയോ സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാ. കാണു മനുഷ്യ, രാവിലെയും വൈകിട്ടും കണ്ടോ, രാവിലെയും വൈകിട്ടും സ്വർഗം കാണാ. പടച്ച റബ്ബേ, നിന്റെ മണ്ണറ മണിയറയാക്കുകയാ. നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറക്കുകയാണ്. എന്തിന്റെ പേരില്? അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചതിന്റെ പേരില്. അല്ലാഹുവേ, അങ്ങനെയുള്ള ഒരു പ്രതിഫലം തരണേ അല്ലാ. നാലാമത്തെ പ്രതിഫലം കേട്ടോ. ഓതുവോ ചെറുപ്പക്കാരാ, ഓതുവോ പൊന്നുമോനെ. പുതുവർഷ പുലരിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സിറാജ് ഉസ്താദ്, നിങ്ങളുടെ വയത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പലരും പറയും, ഉസ്താദേ നിങ്ങളെ ദിക്റ് പറയുമ്പോ, നിങ്ങളുടെ സൂറത്തുകൾ പറഞ്ഞു തരുമ്പോ, പല പ്രസംഗത്തിലും പറയാമെന്ന് പറഞ്ഞു പറയാതെ പോകുമ്പോ വല്ലാത്ത വിഷമം തോന്നുമെന്ന് പറയുന്ന പെങ്ങള്, ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന, ഈ പാവപ്പെട്ടവര് സ്വന്തം മകനെ പോലെ കാണുന്ന ഉമ്മമാര്, എന്റെ ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവന് പറഞ്ഞു തരാൻ ഇതല്ലാതെ ഒന്നുമില്ല എന്റെ കയ്യില്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ഒരറ്റായത്ത് നിനക്ക് ഓതാൻ പറ്റുമോ? നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. പാവങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. പടച്ചവരെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ലല്ലോ, ജീവിതത്തിൽ പാപം ചെയ്യാത്ത ആരുമില്ല. അതുകൊണ്ട് റബ്ബേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പൊറുക്കാറുള്ള വഴിയാ. ഒരു വർഷക്കാലം ചെയ്തത് മുഴുവനും കഴുകിക്കളയാൻ പറ്റുന്ന ഒരായത്താ. നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ, നമ്മുടെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, പാപങ്ങൾ മുഴുവനും പൊറുക്കാൻ പറ്റുന്ന ആയത്താ. ഒരേ ഒരു പ്രതിഫലം കൂടെ പറയട്ടെ. നരകത്തിന്റെ മുകളിലൂടെ പടച്ച റബ്ബ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴിയാ. അതിലൂടെ പോകണോ, അതിലൂടെ പോകണോ? ഈ ആയത്ത് നിത്യമാക്കിയാൽ, ഈ ഖുർആനിലെ ഈ ആയത്താര് നിത്യമാക്കുന്നുണ്ടോ, അവന് സിറാത്ത് കടന്ന് സ്വർഗത്തിലെത്താ. അവന് സിറാത്ത് കടന്ന് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താ. അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ അല്ലാ. ഉസ്താദേ, ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. ഇന്ന് വരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ധിക്കരിക്കാതെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ടുള്ളൊരു ജീവിതമാ. എനിക്ക് ഈമാനുള്ള മരണം വേണം. എനിക്ക് നരകം പേടിയാ, എനിക്ക് ഖബർ പേടിയാ, എനിക്ക് മഹ്ശറ പേടിയാ, എനിക്ക് മീസാൻ പേടിയാ, എനിക്ക് സിറാത്ത് പേടിയാ, എനിക്ക് നരകം പേടിയാ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗം വേണമല്ലാ. അതുകൊണ്ട് സിറാജ് ഉസ്താദ്, എന്തു മറന്നാലും ഈ ആയത്ത് മറക്കൂല. ഈ ആയത്ത് ഓതുമെന്ന് തീരുമാനിക്ക്. അല്ലാഹുവേ, ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ അല്ലാ. ഈ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ. പടച്ചവരെ, മരിക്കുന്ന കാലം വരെ ഈ ആയത്ത് മറക്കാതെ ഓതാൻ ഭാഗ്യം തരണേ റബ്ബേ, ഭാഗ്യം തരണേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഏതായത്താ? സൂറത്തു ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്ത്. സൂറത്തു ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹുൽ ളാലിമീൻ
വയഫ്അലുല്ലാഹു മാ യശാ. ഈ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്ത.